ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനരിപ്പൂ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയും അരുണും കൂടി ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്ന ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഒരു ഭാഗത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അല്ലേ. കാരണം മറ്റൊന്നല്ല, സച്ചിയുടെ ഏറ്റവും വലിയ ശത്രു അരുണും അരുണിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നത് സച്ചിയുമാണ്. എന്നാൽ ഇതിനുള്ളിൽ തന്നെ വെന്ത് നേറുന്നത് ദേവുവാണല്ലേ. പല തവണകളായിട്ട് അരുൺ ഒരു ഗുണ്ടയെന്നും തെമ്മാടിയെന്നും പറയുന്നത് തൻ്റെ ഏട്ടനെയാണെന്ന് അറിയാതെ തന്നെയാണല്ലേ ദേവു അരുണെ പ്രണയിക്കുന്നത്. എന്നാൽ പിന്നീട് തൻ്റെ പ്രതിസുദ്ധ വരനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ദേവു ഇരുവരെ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന സമയത്താണ് ദേവു പ്രണയിക്കുന്ന തൻ്റെ തന്നെ ഏറ്റവും വലിയ ശത്രുവാണെന്നുള്ള സത്യം സച്ചി അറിയുന്നതും തൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന രീതിക്ക് അരുൺ പറഞ്ഞത് തൻ്റെ ചേച്ചിയുടെ ഭർത്താവായ സച്ചിയെന്നാണെന്നുള്ള കാര്യം ദേവു അറിയുന്നത്. ഇതറിയുമ്പോഴത്തേ ദേവുവിന് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം സച്ചി അവിടെ നേരെ ചെല്ലുന്ന ലക്ഷ്മിയുടെ അടുത്തേക്കാണ്. ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ദേവു ഒരാളോട്ട് പ്രണയബന്ധത്തിലാണെന്നും ആ പ്രണയിക്കുന്ന ആൾ തൻ്റെ തന്നെ ഏറ്റവും വലിയ ശത്രുവായി തൻ്റെ ലൈസൻസ് വരെ കട്ടാക്കിയാണെന്ന് നോക്കിയൊരു പോലീസുകാരനാണെന്നും അയാൾ സർവീസിലുള്ള പോലീസുകാർക്ക് വരെ നാണക്കേടാണ് എന്ന രീതിക്കാണ് സച്ചി പറയുന്നത്. കാരണം സച്ചി പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത് അരുൺ അതേ രീതിയിൽ തന്നെയാണല്ലേ. പല തവണകളായിട്ട് അരുൺ സച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല മനഃപൂർവ്വം തന്നെ സച്ചിയുടെ ലൈസൻസ് കട്ടാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ സച്ചിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്, അരുൺ ഒരു മോശപ്പെട്ട പോലീസുകാരൻ തന്നെയാണ്. എന്നാൽ ആ ഒരു സമയത്തും ദേവു പറയുന്നുണ്ടല്ലേ സച്ചിയോടുള്ള എന്തൊരു വൈരാഗ്യത്തിൻ്റെ പേര് മാത്രമാണ് അരുണേട്ടൻ അങ്ങനെയെല്ലാം ചെയ്തത്. അരുണേട്ടൻ ഒരു നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ലക്ഷ്മി ആരും തന്നെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ തൻ്റെ അനിയത്തിയുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രേവതി മുൻകൈ എടുത്ത് സച്ചിയോട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും സച്ചിനെ ഒരു രീതിക്കും തന്നെ അടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്താണ് സച്ചിക്ക് ഒരു ഓട്ടം കിട്ടുന്നത്. ആ ഓട്ടം കഴിഞ്ഞ് പൈസ മേടിച്ച് സച്ചി തിരികെ പോകുന്ന സമയത്താണ് തൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു ലേഡിയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഒരു കള്ളൻ പോകുന്നത് കേട്ടോ. സച്ചി വേഗം തന്നെ അയാളെ പിടിക്കാനായിട്ട് ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെണ്ണ് എന്നെ മാല പൊട്ടിച്ചുകൊണ്ട് പോയി എല്ലാവരും ഓടി വരണേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് അരുണും അങ്ങോട്ടേക്ക് വരുന്നത്. അരുൺ ഇവരുടെ ഈ ഒരു കരച്ചിൽ കേട്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്താണ് ഇങ്ങനെ കള്ളൻ ഓടിപ്പോകുന്ന കാണുന്നത്. വേഗം തന്നെ അരുൺ ബൈക്ക് എടുത്തുകൊണ്ട് ഈ ഒരു കള്ളൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. സച്ചിയാണ് പിന്നാലെ ഓടി ചെല്ലുകയും ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കള്ളനെ കയറി സച്ചി പിടിക്കുന്ന സമയം തന്നെ അരുൺ അങ്ങോട്ടേക്ക് എത്തുകയും സച്ചിയുടെ കയ്യിൽ നിന്ന് കുതിരയേക്ക് ഒരു കള്ളൻ അവിടെയുള്ള ഒരു ലേഡിയുടെ കഴുത്തിൽ കത്തി വെച്ചതിന് ശേഷം അനങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവരെ ഞാൻ കുന്നു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചിക്ക് ഒരു അതിബുദ്ധി തോന്നി അവിടെയുള്ള ഒരു ഫ്ലവർ വേസ് എടുത്ത് കള്ളൻ്റെ കയ്യിലേക്ക് എറിയുന്നുണ്ട്. അങ്ങനെ കത്തി അയാളുടെ താഴെ വീഴുകയും സച്ചിയും അരുണും ഒരേ രീതിയിൽ തന്നെ അയാളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സച്ചി നേരെ ഈ കള്ളൻ്റെ കർണക്കുട്ടി നോക്കിയും തല്ലുമ്പോഴത്തേക്ക് ഇയാളെ നേരെ മറിഞ്ഞ് ചെല്ലുന്നത് അരുണിൻ്റെ ദേഹത്തേക്കാണ് കേട്ടോ. അരുണാണെങ്കിൽ ഇയാൾ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. സച്ചിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ചേച്ചിനെ സമാധാനിപ്പിച്ച് സാരല്ല ചേച്ചി എന്തായാലും ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് സച്ചിയും അരുണും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നുണ്ട്. ഇരുവരും ആ ഒരു സമയത്ത് എല്ലാം തന്നെ അതായത് തന്നിലുള്ള വൈരാഗ്യം എല്ലാം മറന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു ലേഡിയെ രക്ഷിക്കാനായിട്ട് മുൻകൈ എടുത്തിറങ്ങുന്നതായിട്ട്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.